ഹൈറേഞ്ചിലൊക്കെ ഇത്തവണത്തെ മൺസൂൺ ശക്തമായിരുന്നു എന്ന് പറയാം. പോരാത്തതിന് വളരെ നേരത്തെ തന്നെ മഴ എത്തുകയും ചെയ്തു. മഴയോടൊപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു. ജാതിക്കായകളൊക്കെ കുറേ പൊഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഓരോ ജാതിക്കായൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നിത്ര വെളിച്ചമുള്ളതുകൊണ്ട് ഞാൻ വെളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. മറ്റു ദിവസങ്ങളിലൊന്നും ഇത്രയും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാലാവസ്ഥയല്ലായിരുന്നു. ഇന്ന് ഞാനിങ്ങനെ വന്നപ്പോൾ പിന്നെ മഞ്ഞളൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞളൊക്കെ എനിക്ക് കുറച്ചേ ഉള്ളൂ. അതിപ്പം വിലകൾ കുറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചേ കൃഷി ചെയ്യാറുള്ളൂ. സ്വന്തം ആവശ്യത്തിനുള്ള മഞ്ഞൾ, ഇഞ്ചിയൊക്കെയാണ് കൃഷി ചെയ്യുക. ആ മഞ്ഞൾ മുളച്ചു കഴിഞ്ഞു. ഇഞ്ചി അതിലേക്ക് ഓരോന്നൊക്കെ മുളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. മഞ്ഞളങ്ങ് പെട്ടെന്ന് തന്നെ വളർന്നു. ഇത്തവണത്തെ കാറ്റ് ശക്തമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ 2 വർഷം കഴിഞ്ഞ 3-ാം വർഷത്തിലേക്ക് എത്തിയ ഒരു ജാതിയായിരുന്നു. ഏതാനും കായൊക്കെ അതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ ചെരിഞ്ഞു പോയി. കണ്ടോ, ഞാൻ ഒരു ചെറിയ കമ്പൊക്കെ നാട്ടി ഹെൽപ്പ് ചെയ്തിരുന്നാണെങ്കിലും കാറ്റ് കാരണം ഇത്രയും ചെരിഞ്ഞ് നിൽക്കുന്നു. അതിനെ ഒന്നുകൂടെ നേരെയാക്കണം. ഇനി ഇവിടെ വരുമ്പോൾ എനിക്കൊരു നല്ല കാഴ്ചയാണ്. 2 നല്ല പാവക്കോണുകൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇത് കറി വെക്കാൻ നല്ല സാധനമാണ്. നല്ല പ്രോട്ടീൻസൊക്കെ ഉള്ള ഒരു മഷ്റൂമാണിത്. ഇവനെ ഞാൻ ഇന്ന് കറിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അവൻ മഴക്കാലത്ത് കുട നിവർത്തി നിൽക്കുകയാണ്. സാധാരണ മഴക്കാലം തുടങ്ങുമ്പോൾ ഇതുപോലെ കൂണുകൾ ഉണ്ടാകാറുണ്ട്. പറമ്പിലൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ വളരെ സാവധാനത്തിൽ അവനെ പൊക്കിയെടുക്കാൻ നോക്കുകയാണ്. ഇത്രയും നീളമുണ്ട് അതിൻ്റെ. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടിയുണ്ട്. 1, 2. അതിൻ്റെ വേര് കണ്ടോ, നല്ല നീളമുണ്ട്. രണ്ടാമത്തേന് സക്സസ് ആയിട്ട് എടുക്കാൻ പറ്റി. ഇത് ഒരു കുഞ്ഞു കൂണും കൂടിയുണ്ട്. ഒരു കുഞ്ഞ്. ഞാൻ അവനെ അവിടെ നിർത്തുന്നില്ല, അവനെയും കൂടി എടുക്കാം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ.